എന്നുണ്ടാക്കുന്ന ചിക്കൻ കറി ബോറടിച്ചാല് ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂട്ടോ. അതിനായിട്ട് പാൻ അടുപ്പത്ത് വെച്ചിട്ട് 2 വലിയ ടേബിൾ സ്പൂണോളം ഒന്നാകയുള്ള മല്ലി ആഡ് ചെയ്യാണ്. അതുപോലെ 1 ടേബിൾ സ്പൂണോളം ഒന്നാകയുള്ള പെപ്പർ, പിന്നെ കുറച്ച് ചെറിയ സ്പൂണിന് 1 സ്പൂണ് നമുക്ക് സാദാ ജീരകം, പിന്നെ അതിന്റെ ഇരട്ടി പെരുംജീരകം, 2 വറ്റൽമുളക് ഇത്രയൊക്കെ നമ്മൾ ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമ്മൾ പൊടിച്ചു വെക്കണേ, നല്ല ഫൈനായിട്ട് പൊടിച്ചു വെക്കാം. അതേ പാനിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് സ്പൈസസ് പൊട്ടിക്കാവുന്നതാണ്. അതിൽ 3 വലിയ സവാള ഞാൻ ഒരു സ്ലൈസ് ചെയ്ത് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അത് നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഉപ്പ് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വഴന്നു വരുമ്പോൾ ഒരു ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ചതച്ചെടുക്കുക. കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുക്കുക. അത് ആഡ് ചെയ്യാവുന്നതാണ്. അതൊന്ന് വഴന്നു വരുന്ന സമയത്ത് 2 മീഡിയം സൈസുള്ള തക്കാളി, അത്യാവശ്യം പഴുത്ത തക്കാളി അതും ആഡ് ചെയ്ത് നന്നായി വഴറ്റുന്നുണ്ട് കേട്ടോ. അടച്ചു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് ഇങ്ങനെ കുഴഞ്ഞ പരിവാവും. അങ്ങനെ കുഴഞ്ഞ പരിവാകുന്ന സമയത്ത് നമുക്ക് അതിൽ ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി എത്രയാണോ ആവശ്യമുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാവുന്നതാണ്. അതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കിയിരുന്ന 1 കിലോളം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മളൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതായിട്ട് സവാളയൊക്കെ നന്നായി മിക്സ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ച് വേവിക്കുകയാണ്. ഒട്ടും വെള്ളം ആഡ് ചെയ്യുന്നില്ല കേട്ടോ. നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും നമ്മൾ അടച്ചു വെച്ച് വേവിക്കുമ്പോൾ നന്നായി വെള്ളം ഇറങ്ങുന്നുണ്ട്. വെള്ളം ഇറങ്ങി ഒന്ന് വെന്ത് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നമ്മൾ പൊടിച്ച് വെച്ച് ആദ്യം പൊടിച്ച മസാല ഉണ്ടല്ലോ അത് നമ്മൾ ആഡ് ചെയ്യുക. അത് ആഡ് ചെയ്തിട്ട് വീണ്ടും നല്ല ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും മസാല എത്തണമല്ലോ. അങ്ങനെ മസാല എത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഒന്നുകൂടി തീ കുറച്ച് അടച്ചു വെച്ചിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാവുന്നതാണ് കേട്ടോ. ചിക്കൻ വെന്ത് കഴിയുമ്പോൾ നമുക്ക് വീണ്ടും മീഡിയം ഫ്ലെയിമിലോ അല്ലെങ്കിൽ മീഡിയം ടു ലോ ഫ്ലെയിമിലോ ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് ഇങ്ങനെ വഴറ്റിയെടുക്കാവുന്നതാണ്. എത്രത്തോളം വെള്ളം വേണം അതിനനുസരിച്ച് നമ്മൾ കീപ്പ് ചെയ്യാവുന്നതാണ്. എനിക്ക് സെമി ഗ്രേവി മതി. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഓഫ് ചെയ്യുന്ന സമയത്ത് പച്ചമുളക് ആഡ് ചെയ്യുന്നുണ്ട്.